തിയേറ്ററിൽ റിലീസായ സമയം തൊട്ടേ കാണണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കാണാൻ സാധിച്ചില്ല. അവസാനം OTTയിൽ എത്തിയതിന് ശേഷമാണ് സിനിമയൊന്ന് കാണാനായിട്ട് സാധിച്ചത്. ഒരുപാട് പേരുടെ റിവ്യൂസ് കേട്ടതിന് ശേഷമാണ് സിനിമ കാണാം എന്നൊരു പ്ലാനിലേക്ക് എത്തിച്ചേർന്നത്. ഈ അടുത്തിറങ്ങിയ എല്ലാ ദിലീപ് സിനിമകളെയും പോലെ തന്നെ കുറേ ആവർത്തന വിരസതയുള്ള തമാശകളും പുള്ളിക്കാരൻ്റെ കുറേ വെറുപ്പിക്കലും ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് സിനിമ കാണാൻ തുടങ്ങിയത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ ആ അഭിപ്രായത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. മൂവിയെക്കുറിച്ച് അത്ര കാര്യമായിട്ടുള്ള അഭിപ്രായമൊന്നും എനിക്കില്ലെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയും അതിന് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട് എന്നതും എല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു മെസ്സേജ് ഈ സിനിമ നമുക്ക് തരുന്നുണ്ട്. ഒരു ബ്രൈഡൽ സ്റ്റുഡിയോ ഓണറായ പ്രിൻസ് എന്ന ക്യാരക്ടർ നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു വലിയ കുടുംബത്തിൻ്റെ എല്ലാ ബാധ്യതകളിലും ചുമലിലേറ്റി നടക്കുന്ന, അതിൻ്റെ ഇടയിൽ സ്വയം ജീവിക്കാൻ മറന്നുപോയ ഒരു വ്യക്തി നമ്മുടെയൊക്കെ ഫാമിലിയിലുണ്ടാവും. ധ്യാൻ ശ്രീനിവാസനും സിദ്ദിഖും ബിന്ദു പണിക്കരും ഒക്കെ കോമഡി ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും പുറകിലല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലെല്ലാം ഞാൻ ശ്രദ്ധിച്ചത് മഞ്ജു പിള്ളയുടെ സഫിയ എന്ന ക്യാരക്ടറാണ്. വളരെ മനോഹരമായിട്ട് തന്നെ പുള്ളിക്കാരി ആ റോള് ചെയ്തിട്ടുണ്ട്. കോമഡിക്ക് വേണ്ടി മാത്രം ഇറക്കിയ കുറച്ച് സീൻസും കുറച്ച് ഡബിൾ മീനിങ് ജോക്സും ഒഴിവാക്കിയാൽ ദിലീപിൻ്റെ ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ തരക്കേടില്ലാത്ത ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാം. ദിലീപ് എന്ന നടനോട് വ്യക്തിപരമായി എനിക്ക് താല്പര്യക്കുറവുണ്ടെങ്കിൽ പോലും ഒരിക്കലും അയാളുടെ സിനിമകളെ അതിൻ്റെ പേരിൽ ഞാൻ വിലയിരുത്താറില്ല. അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ ഈ മൂവി ഏറ്റവും മോശമെന്നോ ഏറ്റവും നല്ലത് എന്നോ പറയാൻ എനിക്ക് സാധിക്കില്ല. ഒരിക്കൽ കണ്ട് ഇരിക്കാൻ പറ്റുന്ന തരക്കേടില്ലാത്ത ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫാമിലി മൂവി ആണെങ്കിലും അതുവഴി നമ്മുടെ യൂട്യൂബേഴ്സിനും ഫേക്ക് സോഷ്യൽ മീഡിയ റിവ്യൂവേഴ്സിനും ഒക്കെ ഒരു ചെറിയ കൊട്ടു കൊടുക്കാനും നമ്മുടെ ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ.